Hi friends, welcome back to my channel Sims Nurses Corner. നമ്മൾ കേരള PSC സ്റ്റാഫ് നഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആസ് യൂഷ്വൽ ഇന്ന് 20 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 11 ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സ്റ്റാഫ് നഴ്സിൻ്റെ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 161. ക്യാപ്റ്റോപ്രിൽ ഈസ് എ ഓപ്ഷൻ എ ആൻറ്റിപൈററ്റിക്, ഓപ്ഷൻ ബി ആൻറ്റി ഹൈപ്പർടെൻസീവ്, ഓപ്ഷൻ സി അനാൽജസിക്, ഓപ്ഷൻ ഡി ആൻറ്റി കൺവൾസൻറ്റ്. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആൻറ്റി ഹൈപ്പർടെൻസീവ്. കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ ക്യാപ്റ്റോപ്രിൽ ഈസ് എ AC ഇൻഹിബിറ്റർ. ഓക്കെ, ക്യാപ്റ്റോപ്രിൽ നമുക്ക് ഓപ്ഷനിൽ AC ഇൻഹിബിറ്റർ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ആൻറ്റി ഹൈപ്പർടെൻസീവ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ ജസ്റ്റ് നമുക്ക് ആൻറ്റി ഹൈപ്പർടെൻസീവ് ഏതൊക്കെയാണെന്ന് നോക്കി പോകാം. ഫസ്റ്റ് ഡയോററ്റിക്സ് യൂസ് ചെയ്യും BP പെട്ടെന്ന് ഫോൾ ആക്കാൻ വേണ്ടിയിട്ട്. അതിൽ ഹൈഡ്രോ ക്ലോറോ തയസൈഡ്സ് യൂസ് ചെയ്യും. ഇനി നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഫ്രൂസിമൈഡ് അല്ലെങ്കിൽ ലാസിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ടോർസിമൈഡ് ഫ്രൂസിമൈഡ് ഡ്രഗിൻ്റെ നെയിമാണ് ലാസിക്സ്. പൊട്ടാസ്യം സ്പെയറിങ്ങിൻ്റെ സ്പൈറനോൾ ആക്ടോൺ വരും. ഓക്കെ, ഇനി AC ഇൻഹിബിറ്റേഴ്സിൻ്റെ എക്സാമ്പിൾസ് ചോദിക്കാറുണ്ട്. ക്യാപ്റ്റോപ്രിൽ, എൻലാപ്രിലൊക്കെയാണ് AC ഇൻഹിബിറ്റേഴ്സ് വരുന്നത്. പ്രില്ല് വരുന്ന എല്ലാം AC ഇൻഹിബിറ്റേഴ്സ് ആണ്. ഓക്കെ, ഇനി ആൻജിയോടെൻസിൻ ബ്ലോക്കേഴ്സ്, ലോസാർട്ടൺ, നമ്മൾ ലോസാർ ടാബ്ലറ്റ് കൊടുക്കില്ലേ, ടെൽമിസാർട്ടൺ, ടെൽമ, അതുപോലെ വാൽസാർട്ടൺ, ഇതെല്ലാം ആൻജിയോടെൻസിൻ ബ്ലോക്കേഴ്സ് ആണ്. ഇതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കേഴ്സിൽ പ്രൊപ്പനനോൾ, അറ്റിനനോൾ, മെറ്റോപ്രലോൾ, ലോള് വരുന്ന എല്ലാം ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കേഴ്സ് ആണ്. അത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 162. സ്ട്രെപ്റ്റോകൈനേസ് ഈസ് ഇൻഫ്യൂസ്ഡ് ഓവർ ഓപ്ഷൻ എ 1 hour, ഓപ്ഷൻ ബി 3 hour, ഓപ്ഷൻ സി 6 hour, ഓപ്ഷൻ ഡി 8 hours. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ 1 hour. സോ സ്ട്രെപ്റ്റോകൈനസിസ് എന്താണ്? ത്രോംബോലൈറ്റിക് ഏജൻ്റ് ആണ്. ഓക്കെ, അതായത് നമ്മൾ MI മയോകാർഡിയൽ ഇൻഫാർക്ഷൻ വന്ന പേഷ്യൻറ്റിനെ സഡൻ ആയിട്ട് ആ ത്രോംബസിനെ ലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ഇഞ്ചക്ഷൻ, IV ഇൻഫ്യൂഷനാണ് സ്ട്രെപ്റ്റോകൈനസ്. അതിൻ്റെ ഡൈലൂഷനൊക്കെ ഉണ്ട്. 15 lakh ഇൻ്റർനാഷണൽ യൂണിറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മുടെ പ്ലാസ്മിനോജനുമായിട്ട് ബൈൻഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? ക്ലോട്ടിനെ ഡൈല്യൂട്ട് ചെയ്യുകയും ചെയ്യും, അതുപോലെ ഫർദർ ക്ലോട്ടിനെ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. 1 hour കൊണ്ടാണ് നമ്മൾ ഇൻഫ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 163. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡ്രഗ് ഷോസ് ഡ്രഗ് ഹോളിഡേ? ഓപ്ഷൻ എ ഡോപ്പമൈൻ, ഓപ്ഷൻ ബി എക്കോസ്പിരിൻ, ഓപ്ഷൻ സി ഡോബുട്ടമൈൻ, ഓപ്ഷൻ ഡി ഡിജോക്സിൻ. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഡിജോക്സിൻ. വാട്ട് ഈസ് ഡ്രഗ് ഹോളിഡേ? ഡ്രഗ് ഹോളിഡേ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ, ഡിജോക്സിൻ പ്രിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും 5/7 എന്ന് ബ്രാക്കറ്റിലിടും. അതായത് വീക്ക്ലി 7 days ആണുള്ളതെങ്കിൽ 5 days മൺഡേ ടു ഫ്രൈഡേ വരെ കൊടുക്കുകയാണെങ്കിൽ സാറ്റർഡേ സൺഡേ ഈ ഡ്രഗ് ഹോൾഡ് ചെയ്യും. ഡിജോക്സിൻ ടോക്സിസിറ്റി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഡ്രഗ് ടോക്സിസിറ്റി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചില ഡ്രഗ്സ് ഇതുപോലെ ഹോളിഡേയ്സ് കൊടുക്കും. ഓക്കെ, ഇനി ഡിജോക്സിൻ ടോക്സിസിറ്റി അത് തെറാപ്യൂട്ടിക് ലെവൽ എത്രയാണെന്നുള്ളത് 0.8 to 2 nanogram per ml ആണ്. ഓക്കെ, 0.8 to 2 nanogram per ml ആണ്. അപ്പോൾ എബോവ് 2 nanogram per ml ഡിജോക്സിൻ ടോക്സിസിറ്റി ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 164. വാട്ട് ഈസ് ദ ഫസ്റ്റ് ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ MI? ഓപ്ഷൻ എ എക്കോസ്പിരിൻ, ഓപ്ഷൻ ബി സ്ട്രെപ്റ്റോകൈനേസ്, ഓപ്ഷൻ ഡി മോർഫിൻ സൾഫേറ്റ്, ഓപ്ഷൻ ഡി ഹെപ്പാരിൻ. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി മോർഫിൻ സൾഫേറ്റ്. വൈ? നമുക്കറിയാം MI ഓക്സിജൻ ഡിമാൻഡ് കുറയ്ക്കണം, അതാണ് അപ്പോഴത്തെ ആവശ്യം. ഓക്സിജൻ അത് മയോകാർഡിയത്തിന് ആവശ്യത്തിനുള്ള ഓക്സിജൻ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഈ പെയിൻ വരുന്ന സമയത്ത് ഓക്സിജൻ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മോർഫിൻ സൾഫേറ്റ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, മോർഫിൻ്റെ ആൻറ്റിഡോട്ട് നാലക്സോൺ സോഡിയമാണ്. ഹെപ്പാരിൻ്റെ ആൻറ്റിഡോട്ട് പ്രോട്ടമിൻ സൾഫേറ്റ് ആണ്. ഓക്കെ, എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 165. എക്സ്പെക്റ്റഡ് സൈഡ് എഫക്റ്റ് ഓഫ് സോർബിട്രേറ്റ്. ഓപ്ഷൻ എ ഡിസിനസ്, ഓപ്ഷൻ ബി ഹെഡേക്ക്, ഓപ്ഷൻ സി ഹൈപ്പർ ടെൻഷൻ, ഓപ്ഷൻ ഡി ടക്കിക്കാർഡിയ. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഹെഡേക്ക്. വൈ? വാട്ട് ഈസ് സോർബിട്രേറ്റ് ഇൻ ആക്ഷൻ? സോർബിട്രേറ്റ് നമ്മൾ വാസോ ഡയലേഷൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, സോർബിട്രേറ്റ് നമ്മൾ എപ്പോഴാണ് കൊടുക്കുന്നത്? MIയുടെ സമയത്ത് അജീന മാറ്റാൻ വേണ്ടിയിട്ട്, പെയിൻ വാസോ ഡയലേഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. ഓക്കെ, ആ സമയത്ത് പെരിഫറൽ വാസ്കുലാരിറ്റി റെഡ്യൂസ് ചെയ്ത് ബ്ലഡ് പൂൾ ചെയ്ത് ഡിസ്റ്റൽ ഏരിയയിലേക്ക്, അതായത് കാർഡിയാക് അവിടെ പൂൾ ചെയ്ത് കിടക്കും. ആ സമയത്ത് നമ്മുടെ പ്രീലോഡ്, അതായത് ഹാർട്ടിലേക്ക് വരുന്ന പ്രീലോഡ് എന്താണ്?
വെൻട്രിക്കിൾസ് മാക്സിമം സ്ട്രെച്ച് ചെയ്തതിന് ശേഷമുള്ള ബ്ലഡിൻ്റെ ഓടിയാണ് പ്രീലോഡ്. ആ പ്രീലോഡ് അപ്പം ഹാർട്ടിലേക്ക് ബ്ലഡ് എത്തുന്നത് കുറയും ഡിസ്റ്റൽ ഏരിയസിൽ നിന്ന്. പ്രീലോഡ് കുറയുമ്പോൾ കാർഡിയാക് ഔട്ട്പുട്ടും കുറയും. ഓക്കെ, അപ്പോൾ ബ്രെയിനിലേക്കുള്ള സപ്ലൈ റെഡ്യൂസ് ചെയ്യും. അങ്ങനെ ഹെഡേക്ക് ഉണ്ടാക്കും. ഓക്കെ. Question number 166. The chest pain occurs usually when the client is at rest between midnight and 8 a.m. Option A, Prinzmetal's or variant angina. Option B, angina pectoris. Option C, unstable angina. Option D, interactable angina. Okay, so right answer is rest and between midnight and 8 a.m. Okay, midnight and 8 a.m. early morning വരുന്ന ഓപ്ഷൻ എ പ്രിൻസ് മെറ്റൽ ഓർ വേരിയൻ്റ് ആഞ്ചൈനയാണ്. ഓക്കെ, 3 ടൈപ്സ് ഓഫ് ആഞ്ചൈന ഉണ്ട്. സ്റ്റേബിൾ ആഞ്ചൈന, അൺസ്റ്റേബിൾ ആഞ്ചൈന, വേരിയൻ്റ് ആഞ്ചൈന, ഒരു പ്രിൻസ് മെറ്റൽ ആഞ്ചൈന. ഓക്കെ, ഇതിൻ്റെ പിക്ചർ നോക്കി നമുക്ക് മനസ്സിലാവും. ഇത് നോർമൽ കൊറോണറി ആർട്ടറിയാണ്. ഇനി സ്റ്റേബിൾ ആഞ്ചൈനയിൽ ആതെറോസ്ക്ലെറോസിസ്, അതായത് ലിപ്പിഡ്സ് വന്ന് അക്യുമുലേറ്റ് ചെയ്തുണ്ടാകുന്നതാണ് സ്റ്റേബിൾ ആഞ്ചൈന. ഇനി അൺസ്റ്റേബിൾ ആഞ്ചൈനയിൽ ഈ ആതെറോസ്ക്ലെറോസിസിൻ്റെ ആ ഭാഗത്ത് തന്നെ ബ്ലഡ് ക്ലോട്ട്സും കൂടെ വന്ന് നിൽക്കും. ആ ഒരു ഇതിനാണ് അൺസ്റ്റേബിൾ ആഞ്ചൈന. വേരിയൻ്റ് ആഞ്ചൈന അല്ലെങ്കിൽ പ്രിൻസ് മെറ്റൽ ആഞ്ചൈന കൊറോണറി സ്പാസം കാരണം ഉണ്ടാകുന്നതാണ്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. 3 ടൈപ്സ് ഓഫ് ആഞ്ചൈനയാണ്. അതിൻ്റെ ഡിഫറൻസ് എന്താണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ സ്റ്റേബിൾ ആഞ്ചൈന. കേട്ടാൽ മതി, ക്ലിയർ ആയിരിക്കില്ല ഈ വീഡിയോ അല്ല ഇമേജ്. Pain occurs when the heart works harder, typically during physical exertion. സ്റ്റേബിൾ ആഞ്ചൈന ഫിസിക്കൽ എക്സേഷൻ്റെ സമയത്ത് ഉണ്ടാകുന്നു. ഓക്കെ, നമുക്ക് എപ്പിസോഡ്സ് പ്രെഡിക്റ്റബിൾ ആണ് ആൻഡ് ടെൻ ടു ബി സിമിലർ, ഒരുപോലെ തന്നെ ആയിരിക്കും. ഓക്കെ, പെയിൻ ഓർ ഡിസ്കംഫോർട്ട് ഈസ് റിലീവ്ഡ് ബൈ റെസ്റ്റ് ഓർ മെഡിക്കേഷൻ. ഓക്കെ, റെസ്റ്റ് അല്ലെങ്കിൽ മെഡിക്കേഷൻ എടുക്കുന്ന സമയത്ത് പെയിൻ റിലീവ് ചെയ്യും. പിന്നെ ചെസ്റ്റ് പെയിൻ മേ സ്പ്രെഡ് ടു ആം, ബാക്ക് ആൻഡ് അതർ ഏരിയാസ്. ഓക്കെ, ഇനി അൺസ്റ്റേബിൾ ആഞ്ചൈന. Pain occurs during periods of rest while sleeping or with minimal physical exertion. അതാണ് അൺസ്റ്റേബിൾ ആഞ്ചൈന. എപ്പിസോഡ്സ് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. ഓക്കെ, പെയിൻ കുറച്ചുകൂടെ സിവിയർ ആയിരിക്കും. 30 മിനിറ്റ്സ് കണ്ടിന്യൂ ചെയ്യും. ഈ സ്റ്റേബിൾ ആഞ്ചൈനയ്ക്ക് 5 മിനിറ്റ്സേ ഉണ്ടാവുള്ളൂ, ഇതിന് 30 മിനിറ്റ്സ് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ഇതിൻ്റെ പെയിൻ ഓർ ഡിസ്കംഫോർട്ട് ഈസ് റിലീവ്ഡ് ബൈ റെസ്റ്റ് ഓർ മെഡിക്കേഷൻ. പെയിൻ ഓർ ഡിസ്കംഫോർട്ട് മേ വേഴ്സൺ ആസ് എപ്പിസോഡ് പ്രോഗ്രസ് ആവുന്നതനുസരിച്ച് വേഴ്സൺ ആയിക്കൊണ്ടിരിക്കുകയാണ് അൺസ്റ്റേബിൾ ആഞ്ചൈന. ഓക്കെ, ഇതിനും അതുപോലെ തന്നെ ഈ ഒരു സിംറ്റം അൺസ്റ്റേബിൾ ആഞ്ചൈന ഒരു മയോകാർഡിയൽ ഇൻഫെക്ഷൻ്റെ ഒരു പ്രീ സിംറ്റം ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി വേരിയൻ്റ് ആഞ്ചൈന അല്ലെങ്കിൽ പ്രിൻസ് മെറ്റൽ ആഞ്ചൈന. പെയിൻ ടിപ്പിക്കലി ഒക്കേഴ്സ് അറ്റ് റെസ്റ്റ് ഡ്യൂറിംഗ് ദ നൈറ്റ് ഓർ ഏർലി മോർണിംഗ് അവേഴ്സ്. ഇതാണ് വേരിയൻ്റ് അല്ലെങ്കിൽ പ്രിൻസ് മെറ്റൽ. പെയിൻ ആൻഡ് ഡിസ്കംഫോർട്ട് മേ ബി സിവിയർ. പെയിൻ ഈസ് റിലീവ്ഡ് ബൈ മെഡിക്കേഷൻ. ഓക്കെ, 3 types of stable, unstable, variant. ഇനി ഡ്രസ്ലെസ് ഉണ്ടോ എന്താണെന്നുള്ളത്. ഡ്രസ്ലെസ് ഉണ്ടാകുന്നില്ല. നമ്മുടെ മയോകാർഡിയൽ ഇൻഫെക്ഷൻ കഴിഞ്ഞ പേഷ്യൻസിന് അവിടെ ഒരു ഇഞ്ചുറി ഉണ്ടായിരിക്കും മയോകാർഡിയത്തിൽ, ഹാർട്ടിൻ്റെ മസിൽസിൽ. ആ ഒരു സമയത്ത് ഒരു പോസ്റ്റ് മയോകാർഡിയൽ ഇൻഫെക്ഷൻ സിൻഡ്രോം ആണ് ഡ്രസ്ലെസ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഓക്കെ, ഒക്കേഴ്സ് 2 to 10 weeks പോസ്റ്റ് മയോകാർഡിയൽ ഇൻഫെക്ഷൻ. പെർസിസ്റ്റന്റ് ലോ ഗ്രേഡ് ഫീവർ ആണ്. ചെസ്റ്റ് പെയിൻ കാണുന്നത് പ്ലൂറിറ്റിക് ചെസ്റ്റ് പെയിൻ ആണ്, അതായത് പ്രിക്കിംഗ് പെയിൻ ആയിരിക്കും. ഓക്കെ, പെരികാർഡൈറ്റിസ് അല്ലെങ്കിൽ ഫ്രിക്ഷൻ റബ്ബ് ഉണ്ടാവും ഓസ്കൾട്ടേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, യൂഷ്വലി റിസോൾവ് സ്പോണ്ടേനിയസ്ലി. കോളിക്കിൻ, സ്റ്റിറോയിഡ്സ്, എൻഎസൈഡ്സ്, ലെസോഫൺ, അങ്ങനെ മെഡിസിൻസ് കൊടുത്ത് അതിനെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ number 168. Which of the following instruction to be given before an EEG? Option A, NPO for 3 hours. Option B, can have clear fluid only. Option C, can have breakfast. Option D, use stimulants. So right answer is option C, can have breakfast. Okay, EEG ആണ് ഇലക്ട്രോഎൻസെഫലോഗ്രാം. ബ്രെയിനിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് EEG എന്ന് പറയുന്നത്. EEG ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഹെയർ ഷാമ്പൂ ചെയ്തിരിക്കണം. ഓക്കെ, ഇലക്ട്രോഡ്സ് ഹെഡിൽ ഫിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ മോണിറ്റർ ചെയ്യുന്നത്. ഓക്കെ, എന്തുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണമെന്ന് വെച്ചാൽ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഹൈപ്പോഗ്ലൈസീമിയ നമ്മുടെ EEGയിൽ വേരിയേഷൻസ് ഉണ്ടാക്കും. ഓക്കെ, ഇനി സ്റ്റിമുലൻസ്, അതായത് കോഫി അതുപോലുള്ള സ്റ്റിമുലൻസ് യൂസ് ചെയ്യാൻ പാടില്ല, അതും EEGയിൽ വേരിയേഷൻസ് ഉണ്ടാക്കും. അത് ശ്രദ്ധിച്ചോളാം. ഇതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ, അവോയ്ഡ് ചെയ്യേണ്ടത് എന്താണെന്നുള്ളത്. ഓക്കെ, ഡീകോർട്ടിക്കേറ്റ്
ഒരു ഡീകോർട്ടിക്കേറ്റ് പോസ്റ്റർ കാണിക്കുന്നത് നോൺ ഫങ്ഷനിങ് ഓഫ് കോർട്ടെക്സ് ആണ്. സെറിബ്രൽ കോർട്ടെക്സിൻ്റെ നോൺ ഫങ്ഷനിങ് ആണ് ഡീകോർട്ടിക്കേറ്റ് കാണിക്കുന്നത്. ഇനി ഡി സെറിബ്രേറ്റ് ബ്രെയിൻ സ്റ്റം ലീഷനാണ് കാണിക്കുന്നത്. ഇതെല്ലാം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ബ്രെയിൻ സ്റ്റം ലീഷനാണ് കാണിക്കുന്നത്. ഇനി ബബിൻസ്കി ഡിസ്ട്രപ്ഷൻ ഓഫ് പിരമിഡൽ ട്രാക്ട് ഇൻ അഡൾട്ട്സ്. ഓക്കെ, ഡിസ്ട്രപ്ഷൻ ഓഫ് പിരമിഡൽ ട്രാക്ട് ഇൻ അഡൾട്ട്സ് ആണ് ബബിൻസ്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 170. First drug of choice for status epilepticus. Option A phenytoin, option B phenobarbital, option C diazepam, option D carbamazepine. So right answer is option C diazepam. What is status epilepticus? കൺവൾഷൻ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബ്രെയിനിനെ സപ്രസ് ചെയ്യുക അല്ലെങ്കിൽ സെഡേറ്റ് ചെയ്യുകയാണ് നമ്മുടെ ഫസ്റ്റ്. ബ്രെയിൻ്റെ ആക്ടിവിറ്റി റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ്. അത് ഡയസിപാം അല്ലെങ്കിൽ ലൊറാസിപാം ആണ് കൊടുക്കുന്നത്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 171. സ്ട്രിക്റ്റ് ഓറൽ ഹൈജീൻ ഈസ് ഇൻസ്ട്രക്റ്റഡ് ടു ദോസ് ഓൺ ഓപ്ഷൻ എ ഫെനറ്റോയിൻ, ഓപ്ഷൻ ബി കാർബാമസെപ്പിൻ, ഓപ്ഷൻ സി സോഡിയം വാൽപ്രൈറ്റ്, ഓപ്ഷൻ ഡി മെറ്റ്ഫോമിൻ. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഫെനറ്റോയിൻ. വാട്ട് ഈസ് ഫെനറ്റോയിൻ? ഫെനറ്റോയിൻ ഈസ് ആൻ ആൻറ്റി കൺവൾസൻ ഡ്രഗ്. ഓക്കെ, ഫിറ്റ്സിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു മെഡിസിൻ ആണ് ഫെനറ്റോയിൻ. വൈ ഓറൽ ഹൈജീൻ? ഫെനറ്റോയിൻ ഓറൽ ജിഞ്ചിവൈറ്റിസ്, അതായത് ഗം ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്ട്രിക്റ്റ് ഓറൽ ഹൈജീൻ കൊടുക്കുന്നത് ഫെനറ്റോയിൻ അണ്ടറിലുള്ള പേഷ്യൻസിന്. ഇനി ഫെനറ്റോയിൻ്റെ തെറാപ്യൂട്ടിക് റേഞ്ച് ക്വസ്റ്റ്യൻ ആണ്. 10 to 20 മൈക്രോഗ്രാം പെർ ml. ഓക്കെ, 10 to 20 മൈക്രോഗ്രാം പെർ ml ആണ് തെറാപ്യൂട്ടിക് റേഞ്ച് ഓഫ് ഫെനറ്റോയിൻ. Question number 172. Which of the following group of drugs to be withheld if he or she have classical signs of Parkinsonism? Option A mood stabilizers, option B MAO inhibitors, option C antipsychotics, option D anti-epileptics. Okay, so right answer is option C antipsychotics. Okay. ഓപ്ഷൻ സി ആൻറ്റിസൈക്കോട്ടിക്സ്. വൈ? ആൻറ്റിസൈക്കോട്ടിക്സ് എടുക്കുന്ന പേഷ്യൻസിന് ഡോപ്പമൈൻ ലെവൽ കുറയാനുള്ള സാധ്യതയുണ്ട് സൈഡ് എഫക്റ്റ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ആ സൈഡ് എഫക്റ്റ് ഈ പാർക്കിൻസോണിസം ചിലപ്പോൾ ആൻറ്റിസൈക്കോട്ടിക്സിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മളതിനെ വിത്ത്ഹോൾഡ് ചെയ്യുക. ഇനി അതുപോലെ തന്നെ കുറച്ച് ടോപ്പിക്സ് ആണ്. ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ പാർക്കിൻസോണിസം. അമാൻറ്റിഡിൻ നമ്മളെപ്പോഴും കൊടുക്കുന്ന ലിവോഡോപ്പയാണ്. ഇനി അമാൻറ്റിഡിൻ, ബ്രോമോക്രിപ്റ്റിൻ ആൻഡ് ലിവോഡോപ്പ. ഓക്കെ, ഇതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ്. ലിവോഡോപ്പയാണ് എപ്പോഴും ക്വസ്റ്റ്യനിൽ വരുന്നത്, അമാൻറ്റിഡിനും വരാറുണ്ട്. ഓക്കെ, ഇനി കാർബോമെസെപ്പിൻ, അതായത് ബൈപ്പോളാർ ഡിസോർഡറിന് കൊടുക്കുന്ന ടാബ്ലറ്റ് ആണ് കാർബോമെസെപ്പിൻ എന്ന് പറയുന്നത്. ഈ കാർബോമെസെപ്പിൻ എടുക്കുന്ന പേഷ്യൻസിന് റൂട്ടീൻ ചെക്കപ്പ്, സൈഡ് എഫക്റ്റ് CBC ലെവൽ, അതായത് ടോട്ടൽ കൗണ്ട് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും CBC ലെവൽ ചെക്ക് ചെയ്യണം. ഇതും ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, റൂട്ടീൻ ചെക്കപ്പ് CBC ചെയ്യണം. ഇനി റെസ്ട്രിക്ഷൻ ഓഫ് പേഷ്യൻ്റ് ഓൺ ലിവോഡോപ്പ. ലിവോഡോപ്പ അതായത് പാർക്കിൻസോണിസം ഡ്രഗായ ലിവോഡോപ്പ എടുത്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻറ്റിന് വൈറ്റമിൻ B6 റെസ്ട്രിക്റ്റ് ചെയ്യണം. കാരണം ഡോപ്പമൈൻ അബ്സോർപ്ഷൻ റെഡ്യൂസ് ചെയ്യും വൈറ്റമിൻ B6. ഓക്കെ, വൈറ്റമിൻ B6 അല്ലെങ്കിൽ പെരിഡോക്സിൻ. ഓക്കെ, ഇനി മെഡിക്കേഷൻ അവോയ്ഡഡ് ഫോർ പേഷ്യൻറ്റ് ടേക്കിംഗ് പാർക്കിൻസൺസ് ഡ്രഗ്സ്. അതായത് പാർക്കിൻസൺസ് ഡ്രഗ്സ് എടുത്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻറ്റിന് മാവോ ഇൻഹിബിറ്റേഴ്സിന് അവോയ്ഡ് ചെയ്യണം. ഓക്കെ, മാവോ ഇൻഹിബിറ്റേഴ്സ് ആൻറ്റി ഡിപ്രസൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഐസോ കാർബോക്സിലിക് ഫിനോൾസിനൊക്കെയാണ് എക്സാമ്പിൾ. അതായത് ഈ മാവോ ഇൻഹിബിറ്റേഴ്സും പാർക്കിൻസൺസ് ഡ്രഗ്സും കൂടെ ചേർന്നിട്ട് ഹൈപ്പർ ടെൻസീവ് ക്രൈസിസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മാവോ ഇൻഹിബിറ്റേഴ്സ് അവോയ്ഡ് ചെയ്യണം. ഇതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 173. ഡിഫിക്കൽട്ടി ഇൻ സ്പീക്കിംഗ്. ഓപ്ഷൻ എ ഡിസ്ലെക്സിയ, ഓപ്ഷൻ ബി ഡിസാർത്രിയ, ഓപ്ഷൻ സി ഡിസ്കൈനേഷ്യ, ഓപ്ഷൻ ഡി ഡിസ്ഫേജിയ. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഡിസാർത്രിയ. ഓക്കെ,
Dysarthria is the right answer. Okay, ബാക്കി ടേംസ് കൂടെ നമുക്കൊന്ന് നോക്കാം. ഡിസ്ലെക്സിയ മീൻസ് ഡിഫിക്കൽട്ടി ഇൻ റീഡിംഗ് ആണ്. അതൊരു ലേണിംഗ് ഡിസോർഡർ ആണ് ഡിസ്ലെക്സിയ. അത് റീഡിംഗ് ഡിഫിക്കൽട്ടിയാണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. ഡിസാർത്രിയ വേർഡ്സ് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റാത്തത്, അതായത് സ്പീക്കിങ്. കൈനേഷ്യ നമ്മൾ കൈനറ്റിക് മൂവ്മെന്റ് എന്ന് ഓർത്ത് വയ്ക്കുക. വോളണ്ടറി മൂവ്മെന്റ് പോസിബിൾ അല്ലാത്ത ഒരവസ്ഥ. ഇമ്പയർമെന്റ് ഓഫ് വോളണ്ടറി മൂവ്മെന്റ്. ഓക്കെ. ഡിസ്ഫേജിയ മീൻസ് ഡിഫിക്കൽട്ടി ഇൻ swallowing. Next question number 174. Surgical removal of pituitary gland is known as option A encephalectomy, option B hypophysectomy, option C laminectomy, option D sequesterectomy. So right answer is option B hypophysectomy. Okay. നമ്മളെപ്പോഴും ഹൈപ്പോഫൈസെക്ടമി മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന റൂട്ട് ട്രാൻസ്ഫീനോയിഡൽ ഹൈപ്പോഫൈസെക്ടമി, അതായത് സ്ഫീനോയിഡ് സൈനസ് വഴി നമ്മൾ ഹൈപ്പോഫൈസെക്ടമി ചെയ്യുന്നത്. വൈ ഇറ്റ് ഈസ് നോൺ ആസ് ഹൈപ്പോഫൈസെക്ടമി? ബിക്കോസ് ബ്രെയിനിന് ബിലോ ആയിട്ടാണ് ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഹൈപ്പോഫൈസിസ് എന്നറിയപ്പെടുന്നത്. അതിൻ്റെ സർജറിയെ ഹൈപ്പോഫൈസെക്ടമി എന്നറിയപ്പെടുന്നു. ഓക്കെ. അനദർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഈസ് നോൺ ആസ് മാസ്റ്റർ ഗ്ലാൻഡ്. എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ് മാസ്റ്റർ ഗ്ലാൻഡ് ഏതാണെന്നുള്ളത്. ഇനി നമുക്ക് ഇതിനകത്തൊരു വേർഡാണ് സെക്വസ്റ്ററക്ടമി. എന്താണ് സെക്വസ്റ്ററക്ടമി? സെക്വസ്റ്ററക്ടമി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ഈ ഡാമേജ്ഡ് ബോൺസ്, അത് ബോഡിയിലെ ഏതെങ്കിലും പാർട്ടിൽ, ഇപ്പോൾ മൗത്തിലാകാം, ലെഗിലാവാം, ഏതൊരു പാർട്ടിലും ഡാമേജ്ഡ് ബോൺസ്, അതായത് ലിവ് ടിഷ്യൂസ് ഒന്നും മാറി നിൽക്കുന്ന ഡാമേജ്ഡ് ബോൺസ് എപ്പോഴും അതൊരു എന്താണ് ഉണ്ടാക്കുക, ആപ്സിസ് ഉണ്ടാക്കും. ഓക്കെ. ആപ്സിസ് അല്ലെങ്കിൽ മുറിവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും നമ്മുടെ ലിവിങ് ടിഷ്യൂസിന്. അങ്ങനെയുള്ള ബോൺസിനെ നമ്മൾ റിമൂവ് ചെയ്യും. അതിനെയാണ് സെക്വസ്റ്ററക്ടമി എന്ന് പറയുന്നത്. ഇനി ലാമിനക്ടമി എന്ന് വെച്ചാൽ എന്താണ്? ലാമിന, അതായത് നമ്മൾ വെർട്ടിബ്രൽ കോളത്തിൽ ഉണ്ടാകുന്ന ലീഷൻ ഉണ്ടാകും. അത് ഞാൻ ജസ്റ്റ് ഇമേജ് കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾക്ക് ലാമിനക്ടമി കണ്ടോ, ലംബാർ ലാമിനക്ടമിയാണ്. അതായത് നമുക്ക് എപ്പോഴും ഡിസ്ക് പ്രൊലാപ്സ് വരുന്ന സമയത്ത് ഈ ഒരു ബോൺ ടച്ച് ചെയ്യുമ്പോൾ അതിന് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കും. ആ സമയത്ത് IBD, നല്ല ലോവർ ബാക്ക് പെയിൻ ആയിരിക്കും. ഓക്കെ. ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഡീകംപ്രസ് ചെയ്ത് കൊടുക്കും. ഇതുപോലെ ഒരു ചെറിയ ബോൺ പീസസ് വെട്ടി മാറ്റിയിട്ട് ഡീകംപ്രസ് ചെയ്ത് കൊടുക്കും. ഓക്കെ. ഇതിനെയാണ് ലംബാർ ലാമിനക്ടമി എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 175. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ സൈൻ ഓഫ് മെനിഞ്ചൽ ഇറിറ്റേഷൻ? ഓപ്ഷൻ എ നക്കൽ റിജിഡിറ്റി, ഓപ്ഷൻ ബി കെർണിക് സൈൻ, ഓപ്ഷൻ സി ബ്രുഡിൻസ്കി സൈൻ, ഓപ്ഷൻ ഡി ഷോസ്റ്റക്ക് സൈൻ. So right answer is not a sign of meningeal irritation. Okay, so right answer is option D, Shostak sign. Okay, Shostak sign എന്തിൻ്റെയാണ്? ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഷോസ്റ്റക്ക് സൈനും റോസി സൈനും ഹൈപ്പോകാൽഷ്യമിയുടെ സിംറ്റംസ് ആണ്. ഓക്കെ. ഷോസ്റ്റക്ക് സൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ BP കഫ് എലിവേറ്റ് ചെയ്യുന്ന സമയത്ത് ആമിന് ഒരു കർവേച്ചർ ഉണ്ടാകുന്നു, ഇൻവേർഡ് മൂവ്മെന്റ് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഷോസ്റ്റക്ക് സൈൻ. ഓക്കെ, സോറി, ഷോസ്റ്റക്ക് സൈൻ അതല്ല. ഷോസ്റ്റക്ക് സൈനാണ് ഫേഷ്യൽ മസിൽസിൽ നമ്മൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഫേഷ്യൽ സ്പാസം ഉണ്ടാകുന്നത് ഷോസ്റ്റക്ക് സൈൻ. രണ്ടും ഹൈപ്പോകാൽഷ്യം തന്നെയാണ്. റോസി സൈനാണ് നമ്മൾ BP കഫ് എലിവേറ്റ് ചെയ്യുന്ന സമയത്ത് കാർപ്പൽ സ്പാസം ഉണ്ടാകുന്നത്. ഓക്കെ. ഇനി നമുക്ക് നക്കൽ റിജിഡിറ്റി എന്തുവാണ്? നക്കൽ റിജിഡിറ്റി എന്ന് വെച്ചാൽ നെക്ക് മസിൽ സ്റ്റിഫ് ആവുന്നത്. പേഷ്യൻറ്റിന് നെക്ക് നമുക്ക് ബെൻഡ് ചെയ്യാൻ പറ്റില്ല, നെക്ക് മസിൽ സ്റ്റിഫ് ആയിരിക്കും, ഭയങ്കര പെയിൻ ആയിരിക്കും പേഷ്യൻറ്റിന്. ഇനി കർണിക് സൈനും ബ്രോഡൻസ്കി സൈനും എന്താണെന്ന് നമുക്ക് ജസ്റ്റ് കർണിക് സൈൻ എന്താണെന്ന് നോക്കാം. നമ്മുടെ ഈ ലിംബ്സ് പേഷ്യൻ്റെ സൊപ്പൈൻ പൊസിഷനിൽ കടത്തിയതിനു ശേഷം ലിംബ് ഒരു 90 ഡിഗ്രിയിൽ എലിവേറ്റ് ചെയ്യുന്ന സമയത്ത് പേഷ്യൻ്റ് തിരിച്ച ലിംബ് ഒറിജിനൽ പൊസിഷനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ആ സമയത്ത് നല്ല പെയിൻ എലിസിറ്റ് ചെയ്യും കാലിൽ. ഓക്കെ, തൈ മസിൽസിൽ. അതാണ് കർണിക് സൈൻ എന്ന് പറയുന്നത്. ഇനി ബ്രോഡിൻസ്കി സൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പേഷ്യൻ്റെ ഹെഡ് ബെൻഡ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി പേഷ്യൻ്റെ ലെഗ്, അതായത് ലോവർ ലിംബ്സ് ഫ്ലെക്സ് ചെയ്ത് വരും. ഓക്കെ, ഇതുപോലെ. അതിനെയാണ് ബ്രോഡിൻസ്കി സൈൻ എന്ന് പറയുന്നത്. ഇത് മൂന്നുമാണ് മെനിഞ്ചൈറ്റിസിൻ്റെ സൈൻസ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 176. Chronic irritation of fifth cranial nerve is option A facial palsy,
Option B, acoustic neuroma. Option C, trigeminal neuralgia. Option D, Bell's palsy. So right answer is option C, Bell's palsy. Sorry, trigeminal neuralgia. Okay. Trigeminal neuralgia എന്ന് വെച്ചാൽ chronic irritation of trigeminal nerve ആണ്. ഫിഫ്ത്ത് cranial nerve is trigeminal. ഓക്കെ, ട്രൈജമിനൽ നെർവിൻ്റെ ക്രോണിക് ഇറിറ്റേഷൻ ആണ് ട്രൈജമിനൽ ന്യൂറാൾജിയ. ഭയങ്കര പെയിൻഫുൾ ആണ്. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന ഏരിയാസിലെല്ലാം പെയിൻ ഉണ്ടാവും. ഹെഡ്, അതുപോലെ തന്നെ ഈ ഒരു ചീക്കിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് നല്ല പെയിൻ ഉണ്ടാവും പേഷ്യന്. ഓക്കെ. ഫേഷ്യൽ പാൾസി ഒരു ടൈപ്പ് ഓഫ് ബെൽസ് പാൾസി ഒരു ടൈപ്പ് ഓഫ് ഫേഷ്യൽ പാൾസി തന്നെയാണ്. ഓക്കെ. ഇനി അക്വസ്റ്റിക് ന്യൂറോമ എന്താണ്? നമ്മുടെ ഇയറിനകത്തുള്ള, അതായത് ബിനൈൻ ട്യൂമർ ഓഫ് നമ്മുടെ വെസ്റ്റിബുലർ കോക്ലിയർ അല്ലെങ്കിൽ ഓഡിറ്ററി നെർവ്സിൽ വരുന്ന ഒരു ബിനൈൻ ട്യൂമറാണ് അക്വസ്റ്റിക് ന്യൂറോമ എന്ന് പറയുന്നത്. ഓക്കെ. ബെൽസ് പാൾസി എന്താണ്? ബെൽസ് പാൾസി നമ്മുടെ സെവൻത് ക്രേനിയൽ നെർവ്, അതായത് ഫേഷ്യൽ നെർവിന് വരുന്ന പാൾസിയാണ് ബെൽസ് പാൾസി എന്ന് പറയുന്നത്. ടിച്ചിങ് ഉണ്ടാവും മൗത്തിൻ്റെ. ഓക്കെ, വൺ ടൈപ്പ് ഓഫ് ഫേഷ്യൽ പാൾസിയാണ് ബെൽസ് പാൾസി എന്ന് പറയുന്നത്. നമുക്ക് ക്രേനിയൽ നെർവ്സ് ഏതൊക്കെയാണ്? ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് ഇത് ടോപ്പിക്ക് പറഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞു പോകാമെന്ന്. ക്രേനിയൽ നെർവ്സ് 12 എണ്ണമാണ് ഉള്ളത്. നമുക്കൊന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ താഴെ ഒരു ന്യൂമോണിക്സ് ഇട്ടിട്ടുണ്ട്. ഊട്ട ഫാഗവ് SH എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഊട്ട ഫാഗവ് SH. ഓക്കെ, ഇത് വേണമെന്നുള്ളവർക്ക്, ഈ മുകളിലത്തെ വേണമെന്നുള്ളവർക്ക് അങ്ങനെ പഠിക്കാം. ഇനി ഊട്ട ഓൾഫാക്ടറി ഒപ്റ്റിക് ഒക്ലോമോട്ടർ. ഓക്കെ, ട്രോട്രീ എന്ന് ഓർത്ത് വയ്ക്കുക. ട്രോക്ലിയർ ആണ് ആദ്യം, പിന്നെ ട്രൈജമിനൽ. ഓക്കെ. ഇൻ അബ്ഡുസൻസ് ഫേഷ്യൽ, ഓഡിറ്ററി അല്ലെങ്കിൽ വെസ്റ്റിബുലർ കോക്ലിയർ, ഗ്ലോസോഫരിഞ്ചൽ, വാഗസ്, സ്പൈനൽ ആക്സസറി, ഹൈപ്പോഗ്ലോസൽ. ഓക്കെ, ഇത് ഓർത്ത് വയ്ക്കുക. ഊട്ട ഫാഗവ് SH. ഇത് ഓർത്ത് വയ്ക്കുമ്പോൾ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക, ഈ ഊട്ട 3 എണ്ണം ഓർഡറിൽ ഓർത്ത് വയ്ക്കുക. ഓൾഫാക്ടറി ഒപ്റ്റിക് ഒക്ലോമോട്ടർ. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. ട്രോട്രീ എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇതിനകത്തിൻ്റെ മിക്സഡ് നെർവ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ TFGV. ടി മാത്രം ഓർത്ത് വയ്ക്കുക, ട്രൈജമിനൽ ആണ്. ട്രൈജമിനൽ, ഫേഷ്യൽ, ഗ്ലോസോഫരിഞ്ചൽ, വാഗസ് എന്നാണ് മിക്സഡ് നെർവ്സ്. ഓക്കെ. Question number 177. Halotraction is used to immobilize. Option A, thoracic spine. Option B, cervical spine. Option C, lumbar spine. Option D, sacral spine. So right answer is option B, cervical spine. Okay, ഇതാണ് ഹാലോട്രാക്ഷൻ. cervical spine ഇതിനകത്ത് ഇമേജിൽ കാണിച്ചിട്ടുണ്ട്. cervical റീജിയൻസിൽ കണ്ടോ, ഈ ഒരു റീജിയനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഹാലോട്രാക്ഷൻ. ട്രയാഡ് ഒന്ന് നോക്കി വെച്ചേക്കണം. ബ്രാഡികാർഡിയ, ഹൈപ്പർടെൻഷൻ, ബ്രാഡിപ്പിനിയ. ഓക്കെ, ബ്രാഡികാർഡിയ, ഹൈപ്പർടെൻഷൻ, ബ്രാഡിപ്പിനിയം, ബ്രാഡികാർഡിയ ഓർത്ത് വയ്ക്കുക, ഹൈപ്പർ ടെൻഷൻ ഓർത്ത് വയ്ക്കുക. ഓക്കെ. ഇനി മിഡ്രിയാസിസും മയോസിസും ഇതിന് മുന്നൊരു വീഡിയോയിൽ ചെയ്താണ്, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞുതരാം. മിഡ്രിയാസിസ് എന്ന് പറഞ്ഞാൽ ഈ ഡി തന്നെ ഓർത്ത് വയ്ക്കുക. ഡയലേഷൻ ഓഫ് പീപ്പിൾസിനാണ് മിഡ്രിയാസിസ് എന്ന് പറയുന്നത്. മിഡ്രിയാട്രിക്സ് എന്ന് വെച്ചാൽ പീപ്പിൾ ഡയലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെഡിസിൻസ് ആണ് മിഡ്രിയാട്രിക്സ്. ഓക്കെ. ഇനി മയോസിസ് എന്ന് പറഞ്ഞാൽ പീപ്പിൾ കൺസ്ട്രിക്ഷൻ. ഓക്കെ. ഓക്കെ, നമുക്ക് എന്താണ് ഫസ്റ്റ്? മോണോപ്ലീജിയ എന്താണ്? സിംഗിൾ ലിംബ് പാരാലിസിസ് ആവുന്ന ഒരു അവസ്ഥയാണ് മോണോപ്ലീജിയ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ക്വാഡ്രിപ്ലീജിയ അല്ലെങ്കിൽ ടെട്രാപ്ലീജിയ, 4 ലിംസും പാരാലിസിസ് ആവുന്ന അവസ്ഥ. ഓക്കെ. പാരാപ്ലീജിയ എന്ന് പറഞ്ഞാൽ ലോവർ ലിംസ് മാത്രം പാരാപ്ലീജിയ എന്ന് പറഞ്ഞാൽ ലോവർ ലിംബ് മാത്രം പാരാലിസിസ് ആവുന്ന അവസ്ഥ. ഇനി ഹെമിപ്ലീജിയ ഉണ്ട്. ഹെമിപ്ലീജിയ ബോഡിയുടെ ഒരു സൈഡ് പാരാലിസിസ് ആവുന്നത്. അപ്പം മോണോപ്ലീജിയ എന്ന് പറഞ്ഞാൽ ഒരു ലിംബ് പാരാലിസിസ് ആവുന്നത്. ഹെമിപ്ലീജിയ എന്ന് പറഞ്ഞാൽ ബോഡിയുടെ ഒരു ഭാഗം, അതായത് ബോത്ത് അമ്പർ ആൻഡ് ലോവർ ലിംബ് പാരാലിസിസ് ആവുന്നത്. പാരാപ്ലീജിയ എന്ന് പറഞ്ഞാൽ ബിലോ അബ്ഡോമൻ, അതായത് ബോത്ത് ലോവർ ലിംസ് പാരാലിസിസ് ആവുന്ന അവസ്ഥ. ടെട്രാപ്ലീജിയ 4 ലിംസും അല്ലെങ്കിൽ ടെട്രാപ്ലീജിയ ഓർ ക്വാഡ്രിപ്ലീജിയ 4 ലിംസും പാരാലിസിസ് ആവുന്ന അവസ്ഥ. പെൻറ്റാപ്ലീജിയ എന്ന് പറഞ്ഞാൽ ക്വാഡ്രിപ്ലീജിയ പ്ലസ് നെക്ക് മസിൽ അല്ലെങ്കിൽ ബ്രീത്തിങ് മസിൽസിന് പാരാലിസിസ് ഉണ്ടാകുന്ന അവസ്ഥ, അതായത് റെസ്പിറേറ്ററി പാരാലിസിസ് അങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഓക്കെ. Question number 179. Which of the following contraindicated in cerebral aneurysm? Option A, antihypertensives. Option B, OHA. Option C, anti-lipid therapy. Option D, rectal temperature assessment. Okay, cerebral aneurysm. So right answer is
Option D, rectal temperature assessment. Okay. Cerebral aneurysm means rupture of brain. Blood vessels. അതിനെയാണ് അന്യൂറിസം എന്ന് പറയുന്നത്. അപ്പോൾ സെറിബ്രൽ ആർട്ടറീസ് റപ്ചർ ആവുന്ന ഒരു അവസ്ഥ ഉള്ള പേഷ്യൻറ്റിന് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള എന്താണ് റെക്ടൽ ടെമ്പറേച്ചർ അസസ്മെൻറ്റ്. റാഷണൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്കറിയാം റെക്ടൽ ടെമ്പറേച്ചർ അസസ് ചെയ്യുമ്പോൾ പേഷ്യൻറ്റ് സ്റ്റിമുലേഷൻ ഉണ്ടാവും. അതേസമയത്ത് ബി പി റൈസ് ആയിട്ട് റപ്ചർ ഉണ്ടാകാനുള്ള സാധ്യത ഇൻക്രീസ് ചെയ്യും. ഓക്കെ. Question number 180. Paralysis of seventh cranial nerve is option A, Erb's palsy, option B, Bell's palsy, option C, aquestic neuroma, option D, papilledema. So right answer is option B, Bell's palsy. ഞാൻ നേരത്തെ പറഞ്ഞതായിരുന്നു അത് സെവൻത് ക്രേനിയൽ നെർവ്സിൻ്റെ പാരാലിസിസ് ആണ് ബെൽസ് പാൾസി എന്ന് പറയുന്നത്. ഇനി എർബ്സ് പാൾസി എന്താണെന്ന് നോക്കാം. എർബ്സ് പാൾസി ഒന്നുമില്ല, ക്രേനിയൽ നെർവ്സ് ഇല്ലേ, അതായത് സ്പൈനൽ നെർവ്സിൻ്റെ ക്രേനിയൽ നെർവ് അല്ല, സെർവിക്കൽ നെർവിൻ്റെ സ്പൈനൽ നെർവ്സിൻ്റെ ഫിഫ്ത്ത് നെർവിൽ ഇഞ്ചുറി വരുന്നതാണ് എർബ്സ് പാൾസി എന്ന് പറയുന്നത്. ഓക്കെ. അത് മസിൽ ഷോൾഡർ സ്റ്റിഫ്നെസ് ആണ് ഉണ്ടാകുന്നത് ഈ ഒരു എർബ്സ് പാൾസിയിൽ. ഓക്കെ. നോക്കാം. ബെൽസ് പാൾസി ഒരു സൈഡിലേക്ക് ഫേഷ്യൽ മസിൽസ് പാരാലിസിസ് ഉണ്ടായി, ഡ്രോപ്പിംഗ് ഓഫ് മൗത്ത് ഉണ്ടാവുന്നു, ഐലിഡ് ക്ലോസ് ചെയ്യാനുള്ള ഇനബിലിറ്റി. എർബ്സ് പാൾസിയിൽ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനെ സെക്യൂരിറ്റി പോസ്റ്റർ എന്നാണ് പറയുന്നത്. ഓക്കെ. ഇങ്ങനെയായിരിക്കും അതിൻ്റെ ലിംബ്. അഫക്റ്റഡ് ലിംബ് ഇങ്ങനെ ഈ ഒരു പോസ്റ്ററിലായിരിക്കും വെച്ചിരിക്കുന്നത്. അൺഅഫക്റ്റഡ് ലിംബ് നോർമലി പ്ലേസ് ചെയ്തിരിക്കും. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഡൗട്ട്സ് ഉള്ളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ.